ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണ് പൂനെ മാർക്കറ്റ്. പൂനെയിലെ വ്യാപാരികൾ തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ബഹിഷ്കരിച്ച വാർത്ത സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് പാകിസ്ഥാന് വേണ്ട ആയുധങ്ങളൊക്കെ കൊടുത്ത തുർക്കിയിലെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വേണ്ട എന്ന നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുമ്പോൾ അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമല്ലേ? നമുക്കൊപ്പം നിൽക്കാത്ത ഒരു രാജ്യത്ത് എന്തിനാണ് നമ്മൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്? അതുതന്നെയല്ല, തുർക്കി പോലുള്ള രാജ്യത്തേക്ക് ഒരിക്കലും ഒരു വിസിറ്റിംഗ് പോലും ഇന്ത്യക്കാർ നടത്തരുത്. കാരണം ആ രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തെ മറ്റൊരു രാജ്യത്തെ പാകിസ്ഥാൻ പോലുള്ള ഭീകര രാജ്യത്തെ സപ്പോർട്ട് ചെയ്ത ഒരു രാജ്യത്തിന് ടൂറിസത്തെയോ അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നത്തെയോ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഇന്ത്യക്കാരനും തയ്യാറാകരുത്. കാരണം അവരുടെ ഒരു സാധനവും നമുക്ക് വേണ്ട. നമ്മുടെ രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യാത്ത ഒരു രാജ്യത്തിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നവും നമുക്ക് ആവശ്യമില്ല. നമ്മൾ അവരുടെ ആപ്പിൾ വാങ്ങി അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇന്ത്യയിലുള്ള എത്രയോ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. ആ ഇന്ത്യയിലെ വിഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതിനുശേഷം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ നമ്മൾ വേണ്ട പരിഗണന കൊടുക്കുക. ഇന്ത്യൻ ആപ്പിളുകൾ ധാരാളം, നമ്മുടെ കാശ്മീരി ആപ്പിളും സിംല ആപ്പിളൊക്കെ ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. അത്തരം ഉൽപ്പന്നങ്ങൾ കൂടുതലായി വാങ്ങുമ്പോൾ നമ്മുടെ കർഷകർക്ക് അത് വലിയ പ്രോത്സാഹനമാണ് ലഭിക്കുക. നമ്മുടെ കർഷകർക്ക് നല്ല വില കിട്ടും. അങ്ങനെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ ഇവിടുത്തെ ഒട്ടേറെ കർഷകർക്ക് അത് വലിയ പ്രോത്സാഹനമാകും. ഇന്ത്യൻ വിപണിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ ഓരോരുത്തരും പ്രയത്നിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച വലിയ രീതിയിലുണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്. ആ ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രാജ്യം കൂടുതൽ നമ്മുടെ കാർഷിക മേഖലയൊക്കെ കൂടുതലായി വളരും. ആ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ ഓരോ ചെറുപ്പക്കാരും തയ്യാറാകണം. തുർക്കി പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വേണ്ട. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ കൂട്ടുനിന്ന ഒരു ഭീകര രാഷ്ട്രത്തോടൊപ്പം കൂട്ടുകൂടിയ ആ രാജ്യത്തിൽ പോകുകയോ ആ രാജ്യത്തെ ഒരു ഉൽപ്പന്നങ്ങളെയും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. അത്തരം ചിന്താഗതികളൊക്കെ ഓരോ മനുഷ്യനും ഒഴിവാക്കിയാൽ നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കൊടുത്താൽ അത് ഈ രാജ്യത്തെ കാർഷിക മേഖലയൊക്കെ വളരെ ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.